ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പശ്ചാത്താപവും ഇല്ല. സത്യം പറയാൻ നിങ്ങൾ തയ്യാറുമല്ല. എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മാത്രം കുറച്ച് സമയം വേണമെന്ന് പറയുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ അധിക ദിവസം മുന്നോട്ട് പോവാൻ എന്നെ കൊണ്ട് പറ്റില്ല. സത്യം എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. തന്റെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരങ്ങളും എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പൊ ഞാനത് പറഞ്ഞ താനത് വിശ്വസിക്കില്ല. കുറച്ച് സമയം വേണം, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്തിനാണ് സമയം? ഇപ്പൊ തന്നെ പറയേ. അവൾക്ക് നിങ്ങൾക്കിടയിൽ എന്തോ ദൃഢമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അതെന്താന്ന് നിങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞാൽ മാത്രം മതി. പറ്റുന്നില്ല അല്ലേ? എന്റെ ഉള്ളില് ഞാൻ അടക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, കൊടുത്തുപോയ ചില വാക്കുകളുണ്ട്. എന്നെക്കാളും നമ്മുടെ കുഞ്ഞിനേക്കാളും വലുതാണോ നിങ്ങൾ ആർക്കോ കൊടുത്തൊരു വാക്ക്? ഈ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. പക്ഷേ അതൊന്നും തെറ്റിക്കാൻ കഴിയാത്തതുകൊണ്ടാ എനിക്കത് തന്നോട് പറയാൻ സാധിക്കാത്തത്. അല്ലാതെ ഞാൻ തന്നെ വഞ്ചിച്ചിട്ടില്ല. തന്നെ ചതിച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഞാൻ പോകുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ? താനല്ലാതെ മറ്റൊരു പെണ്ണിനെ എന്റെ മനസ്സിലിടമുണ്ടോ? ഞാൻ അത്രയ്ക്ക് ദുഷ്ടനാണെന്നാണോ താൻ വിചാരിക്കുന്നത്? എനിക്ക് തന്നോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. തനിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനമെടുക്കാം. ഒരിത്തിരി സമയം, മാക്സിമം ഇന്നത്തെ താലികെട്ട് ചടങ്ങ് കഴിയുന്നവരെങ്കിലും മാത്രം. അത് കഴിയുമ്പോ തന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടും. ഞാനാ പറയുന്നേ. ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും ഞാൻ പറയുന്നത് താനെന്ന് വിശ്വസിക്കേ. നമ്മുടെ കുഞ്ഞുമോളാണ് സത്യം. ഇനിയധികം വൈകില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നോട് പറയാം. ഇതിനേക്കാൾ വലിയൊരു സത്യവും എനിക്ക് തന്നോട് പറയാനില്ല. സച്ചേട്ടന്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. പക്ഷെ സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആ സ്ത്രീ ആരാണെന്ന് സച്ചേട്ടൻ പറയാൻ മടിക്കുന്ന എന്തുകൊണ്ടാ? എന്തായാലും താലികെട്ട് കഴിയുന്നവരെ ക്ഷമിക്കാം.